നമസ്കാരം. കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളുടെയും പ്രസിഡന്റുമാർ തങ്ങളുടെ ഭരണകാലയളവിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും ഭാവി പദ്ധതികളും കേരള വിഷൻ ന്യൂസ് അവതരിപ്പിക്കുന്ന എന്റെ പഞ്ചായത്തിലൂടെ പങ്കുവയ്ക്കുകയാണ്. ഇന്നത്തെ അതിഥികളായി നമ്മളോടൊപ്പമുള്ളത് ആലപ്പുഴ ജില്ലയിലെ 2 പ്രസിഡന്റുമാരാണ്. മണ്ണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി.വി. അജിത് കുമാർ, വയലാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഓമന ബാനർജി എന്നിവരാണ്. എല്ലാവർക്കും എന്റെ പഞ്ചായത്തിലേക്ക് സ്വാഗതം. എന്റെ പഞ്ചായത്ത് ആദ്യം പോകുന്നത് ആലപ്പുഴ ജില്ലയിലെ മണ്ണഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ വിശേഷങ്ങളിലേക്കാണ്. മാലിന്യമുക്ത പഞ്ചായത്ത് എന്ന പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങാതെ അതിനായി അശ്രാന്തം പ്രവർത്തിക്കുന്ന ഒരു പഞ്ചായത്താണ് മണ്ണഞ്ചേരി. ഒപ്പം തന്നെ കാർഷിക മേഖലയ്ക്ക് മുൻതൂക്കം നൽകുന്നു. സ്ത്രീ സുരക്ഷയ്ക്കായും വിവിധ പദ്ധതികൾ പഞ്ചായത്ത് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയിട്ടുമുണ്ട്. ഈ വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ പങ്കുവയ്ക്കാൻ നമ്മളോടൊപ്പം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി.വി. അജിത് കുമാറാണ് ഉള്ളത്. നമസ്കാരം ശ്രീ അജിത്. നമസ്കാരം. മണ്ണഞ്ചേരിയിലെ അടിസ്ഥാന വികസനത്തിന് നിരവധി പദ്ധതികളാണ്, പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് ഇതിനോടകം തന്നെ നിർവഹിച്ചിരിക്കുന്നത്. ഈ ഭരണ കാലയളവിനെ എങ്ങനെയാണ് വിലയിരുത്താനാവുക? മണ്ണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ പഞ്ചായത്തിൽ ഒന്നാണ്. 23 വാർഡുകളുള്ള 80,000-ലധികം ആളുകൾ താമസിക്കുന്ന 17.5 സ്ക്വയർ കിലോമീറ്റർ ചുറ്റളവുള്ള വലിയൊരു പഞ്ചായത്താണ് നമ്മുടെ മണ്ണഞ്ചേരി ഗ്രാമപഞ്ചായത്ത്. അപ്പോൾ ഇത്രയും വാർഡുകളിൽ നമ്മൾ സകലമാന മേഖലയിൽ വികസനം കൊണ്ടുവരിക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ മണ്ണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പദ്ധതി വിഹിതത്തിൽ ഇപ്പോൾ ജില്ലയിൽ 1ാമതും സംസ്ഥാന തലത്തിൽ 5ാമതുമാണ് ഇപ്പോൾ നിൽക്കുന്നത്. തീർച്ചയായും. അതോടൊപ്പം തന്നെ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. കാർഷിക മേഖലയ്ക്ക് ഏറെ മുൻതൂക്കം നൽകുന്ന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഈ പച്ചക്കറി കൃഷിയും അതോടൊപ്പം തന്നെ നെല്ല് തുടങ്ങിയിട്ടുള്ള കൃഷി ഇനങ്ങളെല്ലാം തന്നെ ഏത് രീതിയിലാണ് പഞ്ചായത്തിൽ നടപ്പിലാക്കുന്നത്? തീർച്ചയായും കൃഷിക്ക് മുൻതൂക്കം നൽകുന്നൊരു ഗ്രാമപഞ്ചായത്താണ് മണ്ണഞ്ചേരി ഗ്രാമപഞ്ചായത്ത്. കുട്ടനാടിന് ശേഷം കുട്ടനാട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ പാടശേഖര സമിതിയുള്ള പഞ്ചായത്ത് മണ്ണഞ്ചേരി ഗ്രാമപഞ്ചായത്താണ്. പെരുന്തുരുത്ത് പാടശേഖര സമിതി എന്നാണ് പേര്. ഇപ്പോൾ നമുക്ക് പഞ്ചായത്ത് ഉദ്ദേശിക്കുന്ന മണ്ണഞ്ചേരി ബ്രാൻഡഡ് അരി വിപണിയിൽ എത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇപ്പോൾ അവിടെ നമ്മൾ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ പാടശേഖരവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സ്ഥലം വാങ്ങി അവിടെ നമുക്ക് പാടശേഖര സമിതിക്ക് നമ്മളവിടെ ഒരു ബിൽഡിംഗ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ മിഷനറിയോട് വന്നു കഴിഞ്ഞാൽ അവിടെയുള്ള നെല്ല് മണ്ണഞ്ചേരിക്കാർക്ക് തന്നെ വിതരണം ചെയ്യാൻ സാധിക്കും. പിന്നെ അത് മാത്രമല്ല, നമ്മൾ പച്ചക്കറി തൈകളാണെങ്കിലും ഏകദേശം വാർഡിലോട്ട് 40,000-ലധികം തൈകളാണ് നമ്മൾ ഇത്തവണ നമ്മൾ വിതരണം ചെയ്യുന്നത്. നമ്മൾ പച്ചക്കറി തൈകൾ വിതരണം ചെയ്യുന്നുണ്ട്. നമ്മൾ ഇടവിള കൃഷിക്ക് നമ്മൾ തൈകൾ വിത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മട്ടുപ്പാവിൽ നമുക്ക് സ്ത്രീകൾക്ക് വേണ്ടി മട്ടുപ്പാവിൽ പച്ചക്കറി കൃഷി നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഓണത്തിന്റെ സമയത്ത് ഓണത്തിനൊരു പൂക്കുട എന്ന പേരിൽ നമ്മൾ പൂക്കൃഷി നമ്മൾ നടത്തുന്നുണ്ട്. അങ്ങനെ നിരവധി കൃഷിയുമായി ബന്ധപ്പെട്ട് നിരവധി പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കിയിരിക്കുന്ന പഞ്ചായത്താണ് മണ്ണഞ്ചേരി ഗ്രാമപഞ്ചായത്ത്. തീർച്ചയായും കാർഷിക മേഖലയിൽ അത്യധികം ഊന്നൽ നൽകുന്ന പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ഹരിത കർമ്മ സേനാംഗങ്ങളുടെയും അതോടൊപ്പം തന്നെ മാലിന്യമുക്ത നവകേരളം എന്നുള്ള ഒരു ആശയത്തിന്റെ പിന്നാലെ തന്നെ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കാനെല്ലാം തന്നെ കഴിഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ ഇപ്പോഴും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏത് രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? തീർച്ചയായും മണ്ണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത നവകേരളം 2.0 എന്ന ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് നിരവധി പദ്ധതികൾ ഏറ്റെടുത്ത് നമ്മൾ നടപ്പിലാക്കിയ ഒരു പഞ്ചായത്താണ് മണ്ണഞ്ചേരി ഗ്രാമപഞ്ചായത്ത്. ഇത്തവണ നമുക്ക് മണ്ണഞ്ചേരി ഗ്രാമപഞ്ചായത്തിന് വൃത്തി 2025 എന്ന നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് പ്രോഗ്രാമിൽ മണ്ണഞ്ചേരിക്ക് പ്രത്യേകം ക്ഷണിതാവായിട്ട് വിളിച്ച് നമുക്ക് നമ്മൾ ചെയ്തിരിക്കുന്ന ക്യാമ്പയിനാണ് അവിടെ നമുക്ക് അവതരിപ്പിക്കാൻ നമുക്കൊരു അവസരം അവർ തന്നിരുന്നു. ഇപ്പോൾ നമുക്ക് 46 ഹരിതകർമ്മസേനാംഗങ്ങളാണ് നമ്മുടെ മണ്ണഞ്ചേരി പഞ്ചായത്തിലുള്ളത്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് 23 വാർഡുകളിലും നമുക്ക് 2 മിനി MCSകൾ വീതവും അതുപോലെ തന്നെ 2 ബോട്ടിൽ ബൂത്തുകൾ നമ്മളിപ്പോൾ വിതരണം ചെയ്തിട്ടുണ്ട്. പിന്നെ അവർക്ക് ഏതാണ്ട് ഒരു മാസത്തിൽ 8.5 ടണ്ണോളം മാലിന്യങ്ങൾ നമ്മൾ കളക്ട് ചെയ്ത് വേലിയിൽ സെഗ്രിഗേറ്റ് ചെയ്ത് നമ്മൾ കൈമാറുന്നത്. 2025 വൃത്തി പുരസ്കാരം അടക്കം ഈ ഒരു പഞ്ചായത്തിന് ലഭിച്ചിട്ടുണ്ടല്ലേ? അതെ അതെ. പിന്നെ നമ്മള് ബയോബിന് നമ്മൾ വളരെ നല്ല രീതിയിൽ നമ്മളിപ്പോൾ വിതരണം ചെയ്യുന്നുണ്ട്. ഏകദേശം 34,000-ലധികം ബയോബിറ്റുകൾ നമ്മളിപ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട്. തീർച്ചയായും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ്
പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് ഈ വയനാട് ദുരന്തം ഉണ്ടായപ്പോൾ തന്നെ പകച്ചു നിന്ന ഒരു സമയത്ത് ഹരിതകർമ്മ സേനാംഗങ്ങളുടെയും പഞ്ചായത്തിന്റെയും ഭാഗമായി തന്നെ വയനാടിനൊരു കൈത്താങ്ങ് എന്ന രീതിയിൽ ധനസഹായം അടക്കം തന്നെ സമാഹരിക്കാൻ പഞ്ചായത്തിനായി എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ ഒരു ദുരിതം വരുമ്പോൾ നമ്മളെല്ലാവരും സഹായിക്കേണ്ട കർത്തവ്യം നമുക്കുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പഞ്ചായത്തിനെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ നമ്മളൊരു സഹായം ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹരിതകർമ്മ സേനാംഗങ്ങൾ അവരുടെ ഒരു വിഹിതം അതിൽ റാഷിദ് എന്ന് പറഞ്ഞൊരു ചേച്ചി അവർക്ക് ആ ഒരു മാസം കിട്ടിയ മുഴുവൻ തുകയും ഒരു ഫണ്ടിലേക്ക് കൈമാറിയിട്ടുണ്ട്. തീർച്ചയായും അത്തരത്തിൽ മികച്ച പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാക്കുന്നത്. ഇനി വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടന്നാൽ തന്നെ സ്കൂളുകൾ, അംഗനവാടികളെല്ലാം തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ എത്തരത്തിലാണ് പഞ്ചായത്ത് നടപ്പിലാക്കുന്നത്? പ്രത്യേകിച്ച് അംഗനവാടികൾക്കെല്ലാം തന്നെ ഈ വീട്ടുപകരണങ്ങളെല്ലാം നൽകിക്കൊണ്ടുള്ള പ്രവർത്തനമാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്ന് ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാവുന്നതാണ്. നമ്മുടെ മണ്ണഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ കീഴിൽ 6 LP സ്കൂളുകളാണ് നമുക്കുള്ളത്. അപ്പോൾ 6 സ്കൂളുകളിലും നമ്മൾ പരമാവധി ഫണ്ടുകൾ നമ്മൾ വിനിയോഗിക്കാറുണ്ട്. നമ്മുടെ ഇനിയുള്ള ഭാവി നമ്മുടെ കുട്ടികളിലാണെന്നുള്ള വിശ്വാസം നമുക്കുള്ളത് കൊണ്ടാണ് ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ സ്കൂളുകളിൽ നമുക്ക് ഈ 6 സ്കൂളുകളിൽ നമുക്ക് അവർക്ക് എന്താണ് ആവശ്യം അതാണ് നമ്മൾ പ്രൊജക്ട് വെച്ച് കൊടുക്കുന്നത്. നമ്മൾ അവർക്ക് മെയിൻ്റനൻസും അതുപോലെ തന്നെ പഠനോപകരണങ്ങൾക്ക് ഡെസ്കോ, ബെഞ്ചോ, അവർക്ക് ഇപ്പോൾ 3 ക്ലാസ് റൂമുകൾ അവർക്ക് 3 സ്കൂളുകൾ ഇപ്പോൾ സ്മാർട്ട് ആയി കൊടുക്കണം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനുള്ള പ്രൊജക്ടുകൾ നമ്മൾ വെച്ചിട്ടുണ്ട്. തീർച്ചയായും വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ നമുക്ക് യാതൊരു കോംപ്രമൈസും ഇല്ലാതെ അവർ ആവശ്യപ്പെടുന്ന പ്രൊജക്ടുകൾ നമ്മൾ വെച്ചുകൊടുത്ത് അതിനുവേണ്ടിയുള്ള ഫണ്ട് നമ്മൾ വിനിയോഗിക്കാറുണ്ട്. നമുക്ക് 49 അംഗനവാടിയാണ് നമുക്കിപ്പോൾ ഉള്ളത്. ഇപ്പോൾ നമുക്ക് സ്ഥലമുള്ള 4 അംഗനവാടികൾക്കാണ് നമുക്ക് സ്ഥലമില്ലാത്തത്. ബാക്കി ഉള്ള മുഴുവൻ നമുക്ക് സ്വന്തമായി സ്ഥലമുള്ള മുഴുവൻ അംഗനവാടികൾക്ക് നമുക്ക് ബിൽഡിങ്ങുകളായിട്ടുണ്ട്. അതിൽ 3 അംഗനവാടികൾ ഇപ്പോൾ സ്മാർട്ട് അംഗനവാടികളായി മാറ്റിയിരിക്കുകയാണ്. അവിടെ നമുക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഈ ഇത്തവണ പ്രോജക്ട് വെച്ചിട്ട് അവർക്ക് ആവശ്യമുള്ള മിക്സികൾ, അതുപോലെ തന്നെ ഗ്യാസ് സിലിണ്ടറുകൾ, ഗ്യാസ് സ്റ്റൗകൾ, അലമാര, അങ്ങനെ അവർക്ക് എന്താണ് വേണ്ടതെന്നുള്ള രീതിയിൽ നോക്കിയിട്ട് നമ്മൾ അതെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ മെയിൻ്റനൻസ് എല്ലാ വർഷവും ഈ പറഞ്ഞ 49 അംഗനവാടികൾക്കും നമ്മൾ മെയിൻ്റനൻസ് നമ്മൾ ചെയ്യാറുണ്ട്. പഞ്ചായത്തിലെ അടിസ്ഥാന വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി തന്നെ ഈ ഗ്രാമീണ റോഡുകളുടെ നവീകരണം എല്ലാം തന്നെ എത്രത്തോളം നടപ്പിലാക്കാൻ പഞ്ചായത്തിനായിട്ടുണ്ട്? ഒരു 90% റോഡുകൾ ഇപ്പോൾ വളരെ നല്ല രീതിയിലാണ് ഇവിടെ ഉള്ളത്. ഒരു 10% താഴെ മാത്രമേ ഉള്ളൂ എന്തെങ്കിലും ഉള്ള ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്നത്. അതും ഈ ചില നമുക്ക് കൺസെന്റ് കിട്ടാത്തതുമായിട്ടുള്ള വിഷയം വെച്ചിലാണ് നമുക്ക് ഈ പറഞ്ഞ റോഡുകൾ ചെയ്യാനുള്ളത്. ബാക്കിയുള്ളതെല്ലാം ഒരു 93% വഴികൾ നമ്മളിപ്പോൾ നല്ല രീതിയിൽ കിടക്കുകയാണ്. നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്ത്രീകൾക്ക്, വയോജനങ്ങൾക്കെല്ലാം തന്നെ കൂടുതൽ പ്രാമുഖ്യം നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിൽ നടപ്പിലാക്കുന്നത് എന്ന് അറിയാൻ സാധിക്കുന്നു. കുടുംബശ്രീ പരമായിട്ടും അതോടൊപ്പം തന്നെ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി തന്നെ തൊഴിൽ സംരംഭങ്ങളെല്ലാം ആരംഭിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് പഞ്ചായത്തിൽ നടപ്പിലാക്കുന്നത്? ഇവിടെ കുടുംബശ്രീ വളരെ ശക്തമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പഞ്ചായത്താണ് മണ്ണഞ്ചേരി ഗ്രാമപഞ്ചായത്ത്. നമ്മള് കുടുംബശ്രീക്കാർ തന്നെ ഇവർക്ക് ലോൺ അനുവദിച്ചു കൊടുക്കാറുണ്ട്. അല്ലാതെ തന്നെ നമ്മുടെ മണ്ണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായിട്ട് സ്വയം തൊഴിലിന് വേണ്ടി നമ്മൾ ഫണ്ട് നമ്മൾ വിനിയോഗിക്കാറുണ്ട്. തീർച്ചയായും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഒപ്പം തന്നെ ടൂറിസം മേഖലയ്ക്ക് അനന്തമായിട്ടുള്ള ഒരു സാധ്യതയുള്ള പ്രദേശമാണോ ഇത്? ആണെങ്കിൽ തന്നെ ഇത്തരത്തിലാണ് ടൂറിസവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ പഞ്ചായത്തിൽ നടപ്പിലാക്കുന്നത്? മണ്ണഞ്ചേരി ഗ്രാമപഞ്ചായത്തില് 7 വാർഡുകൾ വേമ്പനാട്ട് കാലുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർഡുകളാണ്, അതായത് താഴ്ത്തിരത്തുള്ള വാർഡുകളാണ്. അപ്പോൾ അവിടെ നമുക്ക് സാധാരണ ടൂറിസ്റ്റുകൾ അവിടെ വരാറുണ്ട്. അതല്ലാതെ പെരുന്തുരുത്ത്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ പെരുന്തുരുത്ത് പാടശേഖരം കുട്ടനാട് കഴിഞ്ഞാൽ ഏറ്റവും വലിയ പാടശേഖരമാണ്. അവിടെ നമ്മളിപ്പോൾ ടൂറിസവുമായി ബന്ധപ്പെട്ട് 4 കോടിയുടെ ഒരു വർക്ക് ഇപ്പോൾ അവിടെ നടന്നു സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ സെൻട്രൽ ചാലുകൾ നവീകരിച്ച് അവിടെ അതിലെ കൂടി ബോട്ട് സർവീസ് നടത്തുന്ന ഒരു പദ്ധതി ഇപ്പോൾ ആവിഷ്കരിച്ച് ഇപ്പോൾ അത് തുടങ്ങിയിട്ടിരിക്കുക. തീർച്ചയായും അത്തരത്തിലുള്ള ടൂറിസം മേഖലയ്ക്കും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ പഞ്ചായത്തിന് കാഴ്ചവെക്കാനായി എന്ന് തന്നെയാണ് പറയുന്നത്. ഒപ്പം തന്നെ ഈ ഭിന്നശേഷി വിഭാഗക്കാരായിട്ടുള്ള ആളുകൾക്കായിട്ടുള്ള ഈ ക്ഷേമ വികസന പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ഏകോപിപ്പിക്കുന്നത്? ഭിന്നശേഷി സ്കൂള് നമുക്ക് സ്നേഹ ബഡ് സ്കൂൾ എന്ന് പറഞ്ഞൊരു സ്കൂള് നമുക്ക് നിലവിലുണ്ട്. പക്ഷെ നമുക്ക് സ്വന്തമായിട്ട് നമുക്കൊരു കെട്ടിടമില്ല. കാരണം നമുക്ക് അതിന് 15 സെന്റ് സ്ഥലം വേണമെന്നുള്ളതാണ് ഇതിന്റെ സർക്കാർ ഉത്തരവ്. പക്ഷെ നമുക്ക് പഞ്ചായത്തിന്റെ കീഴിൽ അത്രയും സ്ഥലം നമുക്ക് ഇല്ല. അപ്പോൾ നമുക്ക് സ്ഥലം വാങ്ങുന്നതിന് പഞ്ചായത്തിന് പ്രശ്നമില്ല. കാരണം നമുക്ക്
ഒരു പഞ്ചായത്തിന് മേടിക്കണമെന്നുണ്ടെങ്കിൽ ഫെയർ വാല്യൂവിന് നമുക്ക് ഒരു സ്ഥലം നമുക്ക് മേടിക്കാൻ സാധിക്കും. അപ്പൊ ഈ ഫെയർ വാല്യൂവിന് ഈ പഞ്ചായത്തിന്റെ സ്ഥലം കിട്ടുക എന്നുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ട്. അപ്പോൾ പഞ്ചായത്ത് കൊടുത്തിരിക്കുന്ന കുറച്ച് ലീസിന് കൊടുത്തിരിക്കുന്ന സ്ഥലമുണ്ട്. ആ സ്ഥലം നമുക്ക് ഒരു 15 സെന്റ് സ്ഥലം നമ്മൾ തിരിച്ചു തരുന്നതിന് വേണ്ടി നമുക്ക് കത്ത് കൊടുത്തിട്ടുണ്ട്. ആ സ്ഥലം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ പട്ട് സ്കൂളുകൾ അവിടെ പണിതിന് വേണ്ടിയുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള ഫണ്ട് നമ്മൾ മാറ്റിവെക്കുകയും ചെയ്തു. ഇനിയൊരു മഴക്കാലമാണ് വരുന്നത്. മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾക്കെല്ലാം തന്നെ തുടക്കമായിട്ടുണ്ടോ? മഴക്കാലവുമായി ബന്ധപ്പെട്ട എല്ലാ വാർഡുകളിലും സാനിറ്റേഷൻ കമ്മിറ്റികൾ കൂടിക്കഴിഞ്ഞു. അപ്പോൾ അവർക്ക് എന്താണ് വേണ്ടെന്നുള്ളത് കമ്മിറ്റി ആലോചിച്ചിട്ട് അത് ചെയ്യാനുള്ള പൈസ നമ്മളിപ്പോൾ എല്ലാ വാർഡിന്റെയും അക്കൗണ്ടിൽ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നു. പഞ്ചായത്ത് ഇത്തരത്തിലുള്ള നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ, പദ്ധതികളെല്ലാം തന്നെ ആവിഷ്കരിച്ചു വരുമ്പോൾ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളി പഞ്ചായത്ത് നേരിടുന്നുണ്ടോ? മണ്ണഞ്ചേരി പഞ്ചായത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് കുടിവെള്ള പ്രശ്നമാണ്. മണ്ണഞ്ചേരി പഞ്ചായത്ത് ആലപ്പുഴ കുടിവെള്ള പദ്ധതിയുടെ ഏറ്റവും അവസാനത്തെ പഞ്ചായത്താണ് മണ്ണഞ്ചേരി ഗ്രാമപഞ്ചായത്ത്. അപ്പോൾ നമുക്ക് തകഴിയിൽ വരുന്ന വെള്ളം ഇവിടെ വരുമ്പോൾ നമുക്ക് ഒട്ടും കിട്ടില്ല. കാരണം നമുക്കറിയാം, എല്ലായിടത്തും എടുത്തെടുത്ത് മിച്ചം വരുന്ന വെള്ളമാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതിനുള്ള ശാശ്വത പരിഹാരവുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറെ കാലമായിട്ട് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ അതിനൊരു പരിഹാരമായിരിക്കുകയാണ്. 49 കോടിയുടെ ഒരു പദ്ധതിയാണ് ഇപ്പോൾ നമ്മൾ ഈ വരുന്ന ജൂൺ 3-ാം തീയതി നമ്മുടെ ബഹുമാനപ്പെട്ട ജലവകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ വന്ന് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു പദ്ധതി വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഓവർഹെഡ് ടാങ്കും 125 കിലോമീറ്റർ പൈപ്പ് കണക്ഷനും അതിനകത്ത് ആ ഒരു പദ്ധതിക്കകത്തുണ്ട്. ആ ഒരു പദ്ധതി വന്നു കഴിഞ്ഞാൽ മണ്ണഞ്ചേരി ഗ്രാമപഞ്ചായത്തിന് മുഴുവൻ കുടിവെള്ള പ്രശ്നവും ഇതിനും ശാശ്വതമായ പരിഹാരം കാണാൻ സാധിക്കും. തീർച്ചയായും ആ പദ്ധതികളെല്ലാം തന്നെ യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒപ്പം തന്നെ ഭാവിയിലേക്ക് എന്തൊക്കെ പദ്ധതികളാണ് നിങ്ങൾ കരുതിയിരിക്കുന്നത്? നമുക്കിപ്പോൾ ഏറ്റവും ചെയ്യേണ്ടത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ, നമുക്ക് ബഡ് സ്കൂളിന്റെ ഒരു പ്രശ്നം നമുക്ക് ഉണ്ട്. അത് നമ്മൾ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് നമ്മളിങ്ങനെ ഒരു പ്രശ്നത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ അതിന്റെ ഒരു പരിഹാരം ഈ ഒരു 2-3 മാസത്തിനുള്ളിൽ നമുക്ക് ചെയ്ത് തീർക്കാൻ വേണ്ടിയുണ്ട്. പിന്നെ നമുക്ക് കുടിവെള്ളം, പിന്നെ ബാക്കിയുള്ള നമുക്ക് ഉത്പാദന മേഖലയിലും അതുപോലെ തന്നെ സേവന മേഖലയിലും പശ്ചാത്തല മേഖലയിലും എല്ലാം മുഴുവൻ വികസനമാണ് നമ്മുടെ മണ്ണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ആലോചിക്കുന്നത്. അതിനെല്ലാത്തിനും നമ്മുടെ ജനപ്രതിനിധികളും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരും എല്ലാവരും സഹായിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും ഇനി വരുന്ന ആളുകളിൽ ബാക്കിയുള്ള നമുക്ക് വെല്ലുവിളികളില്ലാതെ ഈ പറഞ്ഞ പുരോഗതി എല്ലാ ആളുകളിലേക്കും എത്തിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ആലപ്പുഴ ജില്ലയിലെ മണ്ണഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി.വി. അജിത് കുമാറാണ് പഞ്ചായത്തിന്റെ സമഗ്രമായ വികസന പ്രവർത്തനങ്ങൾ, നേട്ടങ്ങൾ എല്ലാം നമ്മളോട് പങ്കുവച്ചത്. മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. പഞ്ചായത്തിൽ ഇനിയും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടപ്പിലാകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. നന്ദി ശ്രീ അഡ്വക്കേറ്റ് അജിത് കുമാർ.